എടാ വണ്ടി അവിടെ നിർത്തി സീനാവോ? നീ അത് വിടറാ, അതൊന്നും ഒരു പ്രശ്നമില്ല. എടാ എന്നാലും രാത്രി ഈ പാടം വഴി തന്നെ പോണടാ. എന്തായാലും അമ്പലപ്പുരടിക്കുള്ള പോണ്. 10 മണി വരെ പൂജയുണ്ട്, അപ്പുറത്തില്ല എൻ്റെ വീട്. പിന്നെന്താ പ്രശ്നം? ഇപ്പോഴേ 10 മണിയായി, ഇനി എങ്ങനെ അമ്പലത്തിൽ പോയിട്ട്? മത്തായൻ്റെ വീടായിരുന്നു. ആളിപ്പം ആളുടെ കൂടെ തൃശ്ശൂരാണ്. ആൾ പോയപ്പോ തൊട്ട് പിന്നെ എടാ അന്ന് മണം വരുന്നില്ലേ? അയ്യോ ഏട്ടാ, ഞാൻ നിങ്ങളെ കണ്ടില്ല. ഇങ്ങനെയുള്ള വീട്ടില്ല, ഞാൻ ഒന്ന് എടുത്തിട്ടോളേ. ആണേ പിന്നെ ആരുടെ അടുത്ത് നോക്കി നിൽക്കും? വാ, നീ സമയമില്ല, വാ. നമ്മുടെ ഫ്രണ്ടാണേ, വീട്ടിൽ കുറച്ച് വരിക. നല്ല അമ്പലത്തിൽ നിന്ന് കേട്ടെ. നിങ്ങൾ തന്നെയല്ലേ അമ്പലത്തേക്ക്? എന്തിനാ ആളെ വെറുതെ നോക്കി പഠിപ്പിക്കും? അയാളവിടെ ചില്ലടിച്ചിരിക്കട്ടെ, നീ എന്തിനിങ്ങനെ അയച്ചേ? നീ ഫ്രണ്ടിൽ നടക്ക്. കാളിലും കുടിച്ചിട്ട് അയാൾ എന്താണ് ഏത് സംഭവമാണെന്ന് പോലും അറിയില്ല. ഈ രാത്രി 10-10:30 വന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് അയാൾ വെറ്റില് തന്നെയാണ് അത്ര വെറ്റില്. അയാളുടെ അടുത്തും പോയി വെറ്റില് വാങ്ങിച്ചിട്ട് എനിക്ക് എന്താ പ്രാന്താണെന്ന് എനിക്ക്. അത് മനുഷ്യനാണ് എന്ത് സംഭവമാണെന്ന് പോലും അറിയില്ല. ദാസ, ദാസ, ദാസ. എന്താടാ? ഞാൻ ഒന്ന് മൂത്രം വയ്ക്കാൻ പോയതാടാ. അവന്റെ ഒരു ഒടുക്കത്തെ മൂത്രമൊഴിക്കല്. എന്താ നിനക്ക് ഇത്ര പേടി? ഇത്ര ഉള്ള ധൈര്യം നിനക്ക്? മൂപ്പരവിടെ നിൽക്കണ്ട്, ഞാൻ മൂപ്പരടുത്ത് പോയി ചോദിക്കാം. മൂപ്പര് പ്രേതമാണ്, എന്താണ് മറ്റേ വേറെ എന്തെങ്കിലും? എന്നെന്ത് വിചാരിക്കുമെന്തോ. എവിടെ എനിക്ക് കാണില്ലടാ. ഇതെന്താ കാണില്ല? എവിടെ കാണാൻ? ദാസ, ദാസ. ദാസ, ദാസ, വരുമ്പോഴാ പറയുന്നതൊക്കെ ഇപ്പൊ എവിടെ പോയി? എന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? എന്താണ് കേൾക്കണ്ടേ? എടാ അയാൾക്ക് എന്തോ ഒരു വശപശ ഉണ്ടോ? അയാൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. നമുക്ക് വേഗം ഇവിടുന്ന് പോവാ. ഞാനാ റോഷി, നീയാടോ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ?
ദാസ, ഇപ്പൊ എന്താടാ? എടാ ഈ പാലത്തുനിന്ന് നിന്റെ വീട് വരെ പോകാൻ എത്ര സമയം പിടിക്കും? 15 മിനിറ്റ്. എടാ ദാസ, നമ്മൾ ഈ പാലത്തിൽ കൂടെ തന്നെ തോടെ 4-5 തവണയാടാ വന്നുകൊണ്ടിരിക്കണം. എന്താ പറയണത് നീ? നമ്മളിപ്പല്ലേ ഈ പാലത്തേക്കേ വരുന്നേ. എനിക്കെന്താ എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവാത്തത്? നമ്മൾ ഈ പാലം തന്നെ തോടെ 4-5 തവണയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വല്ല ബോധമുണ്ടോ ഞാൻ പറയണതിന്? ഞാൻ പിന്നെ എങ്ങനെയാ ഇനി പറഞ്ഞു മനസ്സിലാക്കുക? സമയം നോക്ക്, 12:30. നമ്മൾ 10:30ക്കാണ് ഇവിടെ വന്നത്. 2 മണിക്കൂറായിട്ട് നമ്മൾ ഈ പാലവും ഈ പാടവും തന്നെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് വല്ല ബോധമുണ്ടോ ഇവിടെ നടക്കണത്? എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഏറെ പെട്ട അവസ്ഥയാണ്. കാര്യമില്ലാതെ ഇങ്ങനെ ഒന്നും പറയില്ല. ശരി, നീ അതൊക്കെ വിട്. എന്തായാലും വീട് അടുത്ത് തന്നെയല്ലേ, നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. ഒരു സംഭവം വന്ന പോലെ തോന്നിയില്ല എനിക്ക്? വീട്ടിൽ പോയി സംസാരിക്കാൻ പറഞ്ഞില്ല. എന്താ വടിയൊക്കെ ആയിട്ട് അയാളെ തല്ലി കൊല്ലൂലേ? എടാ, നീ പറഞ്ഞ അവൻ്റെ പണമില്ലേ? നല്ല രീതിക്ക് വരണം എനിക്കിപ്പോ. നിനക്ക് വരുന്നില്ല? അയാൾ നമ്മൾ എവിടെയും രക്ഷപ്പെടാൻ പറ്റില്ലടാ. നമ്മൾ അയാൾ ഈ ചുഴലിൽപ്പെടുത്തി. നമുക്ക് മത്തായിച്ചേട്ടനോട് പോയിരിക്കാം. എടാ, അപ്പോൾ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ? ഞാൻ മുത്തശ്ശി പറയാറുള്ള പഴങ്കഥകളാണെന്നാണ് വിചാരിച്ചത്. എടാ, നിനക്കിവിടെ നടക്കണ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് പറ. എനിക്ക് തലയാകെ പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കണം. എടാ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ മുത്തശ്ശി പറയാറുള്ള ഒരു കഥയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മുൻപ് എനിക്ക് ഈ നാടിൻ്റെ ചരിത്രം അറിയണം. 3 വർഷത്തിനൊരിക്കൽ മാത്രം നടക്കുന്ന ഈ ഉത്സവത്തെക്കുറിച്ച് അറിയണം. അതിനേക്കാൾ ഉപരി ഈ നാടിൻ്റെ ഒടിയനെ പറ്റി അറിയണം. ഒടിയനാ? എടാ, എനിക്കറിയണ കഥകൾക്കും ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ഒരു കണക്ഷൻ ഉള്ള പോലെ ഒരു ഫീൽ. എടാ, നിനക്ക് എന്താണ് അറിയാന്നുള്ളത് നീ ആദ്യം എൻ്റെ അടുത്ത് പറ.
പണ്ട് ഇവിടെ അമ്പലം കഴിഞ്ഞാൽ പിന്നെ കാടാണ്. കാട്ടിലൂടെയാണ് കൃഷി സ്ഥലത്തേക്ക് വരാൻ പറ്റും. സാധാരണ ദിവസങ്ങളിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ 3 വർഷത്തിനൊരിക്കൽ വരുന്ന ദേവിയുടെ പൂജ 3 ദിവസം നീണ്ടു നിൽക്കും. ആ 3 ദിവസവും രാവിലെ വിളക്ക് വെക്കാത്ത പൂജകളാണ് ഉണ്ടാകുന്നത്. ആ 3 ദിവസമാണ് ഒടിയൻ വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. കാരണം പൂജയുടെ 3-ാം നാൾ കാലത്ത് 5 മണിക്ക് കാലിൽ വിളക്ക് വെച്ചതിന് ശേഷം ദേവിക്ക് ശക്തി തിരിച്ചു കിട്ടി അസുരന്മാരെ നിഗ്രഹിക്കാൻ പോകുന്നു എന്നാണ് സങ്കല്പം. പക്ഷെ എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഒടിയൻ വേട്ടയ്ക്കിറങ്ങുന്ന ഒരു രീതിയുണ്ട്. ആദ്യം ഇരയെ ആകർഷിക്കും, പിന്നെ ഇരയെ വശീകരിക്കും, പിന്നെ ഇരകൾക്ക് ചുറ്റും ഒടിയൻ്റെതായിട്ടുള്ള മാന്ത്രിക വലയം സൃഷ്ടിക്കും. ആ വലയം കഴിഞ്ഞ് ആർക്കും പുറത്തു പോകാൻ പറ്റും. ഈ പാലത്തിൽ കൂടെ തന്നെ ഇതോടെ 4-5 തവണയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒടിയന് തടസ്സാവുന്ന രീതിയിൽ ഇരയുടെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവരെ തമ്മിൽ വേർതിരിക്കും. വിജയ! എടാ, ഒടിയന് തടസ്സമാകുന്ന രീതി എന്ന് പറയുമ്പോൾ ഒടിയൻ എന്തായിരിക്കും തടസ്സം? എടാ, എനിക്കും അതാണ് അറിയാത്തത്. അത് നോക്ക്. എടാ, എനിക്ക് വാ. സ്വിച്ച് ഓഫ് ആയ ഫോണ് ഫുൾ ചാർജ് ഉണ്ടായിരുന്നാണല്ലോ. അമ്മ അപ്പോഴും പറഞ്ഞു ഈ വഴി കൂടി വരണ്ടെന്ന്. കേൾക്കണമായിരുന്നു. നമ്മൾ വിളിക്കുന്നത് ആൾ കേൾക്കണ്ടടാ. അയാളൊക്കെ നമ്മൾ വിളിക്കുന്നതേ അറിയില്ലടാ. നമ്മളെന്തായാലും പോട്ടാ, രക്ഷപ്പെടാനൊന്നും പോകണ്ട. എടാ, അത് നീ ഇപ്പൊ ഇവിടെ എറിഞ്ഞ വടിയല്ലേ? ചാവാണ് ചാവട്ടെ മതി. വാ. നമ്മൾ പെട്ടടാ. നമ്മളിനി എങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാലും നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എടാ, നിന്റെ കഥ പ്രകാരമാണെങ്കിൽ 5 മണിക്ക് വിളക്ക് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുമല്ലോ. 5 മണിയാവേ ഇനി ആകെ ഒരു 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. എടാ, അങ്ങനെ രക്ഷപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ ഈ കണ്ട കളിയെ കൂടിയും കളിക്കുമോ? എനിക്കതല്ലടാ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കണമെന്ന് പറയുമ്പോഴാണ്. വടി തിരിച്ചു വന്നില്ലടാ. എന്ത് വടി എറിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലടാ. വടി എറിഞ്ഞ് തിരിഞ്ഞു വന്നില്ല. നീ വാ, നമുക്കിത് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ? നീ വാ. എന്താ ഒടിയൻ എന്തായിരിക്കും തടസ്സം? വിജയ ഓടാ. എന്തുറക്കോടത്? വർക്ക്ഷോപ്പിൽ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ലൈബ്രറി പോകണമെന്ന് വന്നു. എന്നിട്ട് ലൈബ്രറിയുടെ സ്റ്റെപ്പിൽ തന്നെ കിടന്നുറങ്ങിയാണ്. കഴിഞ്ഞു നിന്റെ വണ്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ സുരേഷ് നാട്ടിനില്ലേ, പുള്ളി കാർ എടുത്തിട്ട് പോയി. എന്തോ അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഡയറക്റ്റ് അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു.
അപ്പൊ അവരോ? അവര് ഇവിടെ ഒരു കട്ട് റൂട്ട് ഉണ്ടോ, പാടം വഴി ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അമ്പലത്തേക്ക് എത്തും. അപ്പോൾ സുരേഷിന് അതറിയും. അപ്പോൾ സുരേഷ് പിള്ളേരെ വിളിച്ച് പോയിട്ടുണ്ട്. ഞാൻ അത് പറയണം, നിന്നെ വിളിച്ച് കഴിഞ്ഞാൽ നിന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഞാൻ നിന്നെ വിളിച്ച് നമ്പറൊക്കെ അടിച്ചിട്ടൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എടാ നീ അവരിന് ഫോൺ വിളിക്കും. അവര് പാലം കയറാൻ പാടില്ല, പാലം കയറുന്നതിനുള്ളിൽ അവരിനെ വിളിക്കണം. നീ ഫോൺ വിളിക്കും. പ്രശ്നം എന്താ പ്രശ്നം? എനിക്ക് വിളിച്ചു, നീ അവരിനെ വിളിക്ക്. വിളിച്ച് കിട്ടുന്നില്ലല്ലോ. സ്വിച്ച് ഓഫ് ആണോ? അവര് പാലം കയറുന്നതിനുള്ളിൽ അവരിനെ പിടിക്കണം. പാലത്തിന്റെ പേര് ഇവനെങ്ങനെ അറിയുന്നു? ഇപ്പം വന്നിട്ടില്ലല്ലോ. കുടിയൻ എന്തായിരിക്കും തടസ്സം? മത്തായേട്ടന്റെ വീട് കടന്നിട്ടുണ്ടാവോ എന്തോ അവര്.